യെസ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാനുണ്ട്, എൻ്റെ ഭദ്രയുണ്ട്, എൻ്റെ രുദ്രയുണ്ട്, പിന്നെ റീഖ ക്യാമറ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീഖ കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോയമ്പത്തൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഞങ്ങളുടെ സ്വന്തം സിറ്റി. എനിക്ക് കോയമ്പത്തൂർ എന്നും നൊസ്റ്റാൾജിയാണ്. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ചിറ്റയൊക്കെ ഇവിടെ ആയതുകൊണ്ട്, അച്ഛൻ്റെ അനിയത്തിയും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ വീട്ടിൽ വരുമ്പോഴൊക്കെയാണ് ഞങ്ങളൊരു ചിക്കനും അതും ഇതൊക്കെ കഴിക്കണത്. അതെനിക്ക് ഞാൻ മിക്ക എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. നമ്മൾ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് പാലക്കാട് നിന്ന് ആ വാളയാറൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ്, എനിക്ക് എൻ്റെ ചേച്ചി അമ്പിളിക്കൊക്കെ. അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജി ഉള്ള സ്ഥലം. പിന്നീട് ഞാൻ പഠിച്ചത് ഹിന്ദുസ്ഥാനിലാണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ റീഖേനെ കണ്ടുമുട്ടുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. സോ അങ്ങനെ ഒരു മൊത്തത്തിൽ നൊസ്റ്റാൾജി ഉള്ള ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ. ഇപ്പൊ ഒരു വിജനമായ സ്ഥലത്ത് ഞാൻ നിൽക്കണമെന്നുള്ളൂ. ഈ എപ്പിസോഡിന്റെ ഇടയിൽ ഞാൻ ചിറ്റേനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്തൊക്കെയാണ്. ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ചിറ്റയുടെ നിങ്ങൾ ആ വീടും ആ ഒരു പരിസരവും എൻ്റെ അച്ചാമ്മയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചിട്ട് കൃഷ്ണൻ ചേട്ടനെയും ചിറ്റേനെയൊക്കെ ഞാൻ ചിറ്റേനെ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ചിറ്റയൊക്കെ നൈറ്റൊക്കെ ഇട്ട് നിൽക്കണോണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻ ചേട്ടൻ എൻ്റെ ചിറ്റയുടെ ഹസ്ബൻഡാണ്. ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത് പണ്ട് മുതൽ, അതുകൊണ്ടാണ്. കൃഷ്ണൻ ചേട്ടൻ വളരെ കഠിനാധ്വാനിയാണ്, അടിപൊളി ഒരു മനുഷ്യനാണ് കേട്ടോ, അടിപൊളി വ്യക്തിയാണ്. ഇത് അവരുടെ പേരക്കുഞ്ഞുങ്ങളാണ്, പേരക്കുട്ടികൾ അല്ലേ. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ ചിറ്റയുടെ അച്ഛൻ്റെ അമ്മയാണ്. പിന്നെ ഇത് കൃഷ്ണൻചേട്ടൻ്റെ അമ്മ, കൃഷ്ണൻചേട്ടൻ്റെ അച്ഛൻ, അങ്ങനെ കൃഷ്ണൻചേട്ടൻ്റെ അപ്പൂപ്പന്മാർ, അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണൻചേട്ടൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റയുടെ ഫാമിലി, അച്ഛൻ്റെ പെങ്ങളാണ്. ബിദുൻ, രേഷ്മ, സാബു, ബിന്ധ്യ, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട്. ഇതാണ് അവരുടെ വീട്. ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളൊരു വീടാണ്. ഇത് കൃഷ്ണൻചേട്ടൻ്റെ അനിയനാണ് ശശിചേട്ടൻ. ഇത് അവരുടെ പട്ടിയാണ്, ജ്യൂസ് എന്നാണ് അതിൻ്റെ പേര്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോണത് പൊള്ളാച്ചി പോകും. പൊള്ളാച്ചിയിൽ നിന്ന് നേരെ ഉടുമൽപേട്ട നിന്ന് മൂന്നാർ പോകും. അതിനിടയിൽ റീക്കയുടെ ഒരു കസിൻ്റെ വീട്ടിലും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മൂന്നാറിലേക്കുള്ള യാത്രയാണ്. ഇന്ന് മൂന്നാറിലെത്തുന്നത് വരെയുള്ള ഒരു യാത്രയായിരിക്കും. വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് എപ്പിസോഡ് തുടങ്ങിയാലോ? കമോൺ ഗൈസ്, വണ്ടിയിൽ കയറും, എല്ലാവരും കയറും, ഞങ്ങൾ പോവാണ്. ബൈ. യെസ്, നിർബന്ധമായി ബെൽറ്റ് ഇടണം വണ്ടി ഓടിക്കുമ്പോൾ. പോയാലോ, ആൾക്കാർ കാണട്ടെ. അറിയുക. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതീക്ഷ കോളേജ്, ഞങ്ങളുടെ ഹിന്ദുസ്ഥാൻ കോളേജിന്റെ വണ്ടിയാണ് പോകുന്നത്. എന്തിന്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? മഴ പെയ്യുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. റീമാറി പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മറ്റേ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ട്. എനിക്കില്ല, വരണോടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ അല്ലേ? ബെൽറ്റ് ഇട്ടല്ലോ എല്ലാവരും. രുദ്ര ഇരുന്നേ, ബെൽറ്റ് ഇട്ടേ. ചുമ്മാട്ടോ, രുദ്ര ബെൽറ്റ് ഇടാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ ശരി. ഇത് റീഖയുടെ അച്ഛൻ്റെ കസിൻ്റെ വീടാണ്, വല്യപ്പച്ചിയുടെ വീടാണ്. ഇത് മനോജേട്ടനും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്, വല്യപ്പച്ചിയുടെ മോനാണ്. ഇത് അവരുടെ സ്വന്തം ജാങ്കോ ഒരു അടിപൊളിയാണ്, ലാബാണ്. അവരുടെ ഭയങ്കര സ്നേഹമുള്ളതാണ്. ഞങ്ങൾ വന്നുകൊണ്ട് അതിനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ. അവൻ ഭയങ്കര സ്നേഹമാണ്, അടിപൊളി സംഭവമാണ്. ഇതാണ് മനോജേട്ടൻ അവിടെ വർക്ക് ചെയ്യാണ് കോയമ്പത്തൂർ. ഒരു അടിപൊളി സ്ഥലത്താണ് അവരുടെ വീടും ഒക്കെ ഒരു വെറൈറ്റി വീടാണ്. ആ വരുന്നതാണ് വല്യപ്പച്ചി. ഭദ്രയ്ക്ക് ജാങ്കോനെ തൊടാനുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ഭയങ്കര പാവാണ് കേട്ടോ. കണ്ടോ മനോജേട്ടൻ എന്തൊക്കെ ചെയ്യുന്നറിയോ അതിനെ. അവന് മനോജേട്ടൻ എന്ന് പറഞ്ഞ ജീവനാണ്. ഒരു സംഭവം പട്ടിയാണ് ജാങ്കോ, കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ കുറേ നേരം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. നല്ലൊരു ഇഡ്ഡലിയും ചട്നിയും വടയൊക്കെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചു. ചിറ്റയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിരുന്നു ഓൾറെഡി, പക്ഷേ അതറിയാതെ അവർ മേടിച്ചു വെച്ചു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങനെ പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര. പൊള്ളാച്ചി ഉടുമൽപേട്ട അതാണ് റൂട്ട്. അതിൻ്റെ ഇടയിൽ വല്യപ്പച്ചി ഓടി വന്ന് ഭദ്രയ്ക്കും രുദ്രയ്ക്കും പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് മനോജേട്ടൻ രസകരമായിട്ട് ഈ പൈസയ്ക്ക് മുഴുവൻ മിഠായി മേടിച്ച് പല്ലൊക്കെ നശിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രസകരമായിട്ടുള്ള ഡയലോഗൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ഉഗ്രം കക്ഷി കേട്ടോ, പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. വളരെ സ്മാർട്ടായിട്ടൊരാളാണ്. 2 മക്കളാണ്. വൈഫ് ജോലിക്ക് പോയിരിക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ശരി ചേട്ടാ, ബൈ. ശരി മോനെ, ബൈ ഡിയർ. അങ്ങനെ ഞങ്ങളുടെ യാത്ര പൊള്ളാച്ചിയിലേക്ക് തുടർന്നു. പൊള്ളാച്ചിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് പൊള്ളാച്ചി, മലയാള സിനിമയുടെ ഒരു കാലത്തെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് മുഴുവൻ നടന്നുകൊണ്ടിരുന്ന ഗംഭീര സ്ഥലം. തേന്മാവിൻകൊമ്പത്താണെങ്കിലും മേലേപ്പറമ്പിൽ അൻപിടാണെങ്കിലും അങ്ങനെ എടുത്തു പറയാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു
അടിപൊളി സ്ഥലമാണ്. നമുക്ക് പൊള്ളാച്ചിയിലെത്തുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. രാവണപ്രഭുവും പല സിനിമകളും നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ പൊള്ളാച്ചിയിലെത്തി. പൊള്ളാച്ചിയിൽ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് ഉടുമ്പൽപേട്ട് അതുപോലെ പഴനി റൂട്ടിലാണ്. പഴനി റൂട്ടിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ ഇവർ ബാക്കിൽ കിടന്ന് ഇങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കണം. ഭദ്ര നല്ല ഉറക്കം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടി ഉടുമ്പൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് പോകണം. അങ്ങോട്ടാണ് മൂന്നാർ റോഡുള്ളത്. സോ ഉടുമ്പൽപേട്ട് നമ്മൾ ഓൾറെഡി പഴനിക്ക് പോകുന്ന വഴിക്കുള്ള ജസ്റ്റ് ഒരു ഹൈവേ നിന്ന് കയറിയിട്ട് വേണം ഉടുമ്പൽപേട്ട്. അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ഉടുമ്പൽപേട്ട് വഴി ആണ് നമുക്ക് പോകേണ്ടത്. ഉടുമ്പൽപേട്ട് ഒരു ചെറിയ സിറ്റിയാണ്, പക്ഷെ രസകരമായിട്ടുള്ള റോഡാണ് കേട്ടോ. നിങ്ങൾ പോകേണ്ട റൂട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. കുറേ പുളിമരങ്ങളും വേപ്പിൻ്റെ മരവും ഒക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള റോഡാണ്. ഈ വഴി കൂടെ പോകാനായിട്ട് 50 രൂപ കൊടുക്കണം. 50 റുപ്പീസ്. വന്നു കഴിഞ്ഞാൽ ഉള്ളത് മുഴുവൻ കൊണ്ടുപോകട്ടോ. അല്ല പുലി. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇവരുടെ എൻഡാണ്. നമ്മൾ കേരളത്തിലേക്ക് ഇനി കിടക്കുകയാണ്. സോ ഫോറസ്റ്റിൻ്റെ അവരുടെ വിഭാഗം കഴിഞ്ഞു. ഇത് ആനമലൈ ടൈഗർ റിസർവ്. അങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ആൾക്കാർ ലോറിയിൽ ജീപ്പിൽ കയറിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് നമ്മളുടെ കേരളത്തിലേക്ക് കിടക്കുകയാണ്. കേരളത്തിലേക്ക് ഒന്ന് കാണിച്ചോളൂ. സമാധാനമായി പിള്ളേർക്ക്. ഇതിനെ കേരളത്തിലേക്ക് കിടന്നപ്പോഴാണ്. വെൽക്കം ടു കേരള. ഇനി ഇവിടെയും ഒരു ചെക്ക് പോസ്റ്റ്. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞോ. ഇവിടെ നമ്മൾ കേരളത്തിലെ ചെക്ക് പോസ്റ്റിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം നമ്മുടെ കേരള വണ്ടി ആയതുകൊണ്ട് അവർ നോക്കിയിട്ട് അവർ ആ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി തന്നു. കേരള വണ്ടിക്ക് അവിടെ നിന്ന് എഴുതി കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷേ തമിഴ്നാട് വണ്ടികൾക്ക് നിന്ന് എഴുതി കൊടുക്കണം എന്ന് തോന്നുന്നു. നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ 2 സ്ഥലത്തും അവർ 50 രൂപ മേടിച്ചു ആ ഒരു ഏരിയ കടക്കാനായിട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് കിടന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട്. അത് കേരള വണ്ടി ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ റോഡ് ഒരു സിംഗിൾ റോഡാണ്. സിംഗിൾ റോഡ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് 2 വണ്ടികൾക്ക് കുഴപ്പമില്ല, നൈസായിട്ട് പോവാം. അധികം വണ്ടികളില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് രസകരമായിട്ടുള്ള അവസ്ഥ. ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ലേഡീസും ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഉടുമ്പൽപേട്ട അല്ലെങ്കിൽ അവിടെയുള്ള കഴിയുമ്പോൾ തന്നെ കുറച്ച് പമ്പുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനൊക്കെ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ഈ ഇടയിൽ വണ്ടി നിർത്തി ടോയ്ലറ്റിൽ പോകുന്നത് അത്ര അഭികാമ്യമല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്കൊരു ടെൻഷനും പരിപാടികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഉടുമ്പൽപേട്ടയിൽ നിന്ന് ഡീസൽ അടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉടുമ്പൽപേട്ടയിൽ നിന്ന് തന്നെ ഡീസൽ അടിക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ മറയൂർ കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ മറയൂർ എത്തുമ്പോഴായിരിക്കും ഡീസൽ പമ്പൊക്കെ ഉള്ളത്. പക്ഷെ രസകരമായിട്ടുള്ള റോഡാണ്. കാരണം നമുക്ക് രസമായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഏറ്റവും രസം എന്താന്ന് പറയുമ്പോ ഒരുപാട് ബൈക്കുകാരും സ്കൂട്ടറുകാരും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ സിമ്പിളായിട്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പേടിച്ച് പിടിച്ച് പോകുമ്പോൾ അവര് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ സോ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് മീൻസ് വണ്ടിയുടെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ്. കാരണം ഇതിങ്ങനെ ഒരു വിജനമായി കിടക്കുന്ന റോഡായതുകൊണ്ട് ഫോറസ്റ്റും കൂടെ അല്ലേ. അത്രേ ഉള്ളൂ. ഓപ്പാ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. താങ്ക് യു. പേടിച്ചിരിക്കുക ഒക്കെ.
പേടി മെയിൻ പേടിക്കാരിയാണ്. മെയിൻ പേടിക്കാരി ഭദ്ര. അതുകൊണ്ടല്ല എനിക്ക് വണ്ടിക്കെന്തെങ്കിലും പറ്റുന്ന പേടി. ആ പണ്ടൊക്കെ ഞങ്ങള് ഈ നമ്മളുടെ പാലക്കാട് വാളയാറ് കഴിയുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ബസ്സിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ കാറിൽ വരുമ്പോ കറക്റ്റ് ആ വാളയാറ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കേറുന്ന സ്ഥലത്ത് ആ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലം കഴിയുന്നതോടുകൂടി നല്ല റോഡിലേക്ക് നമ്മൾ വന്ന് റബ്ബറൈസ്ഡ് റോഡിലേക്ക് നമ്മൾ വന്ന് ലാൻഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ നല്ല റോഡിലേക്ക് നമ്മൾ ചാടും. എന്റെ ഈശ്വര, ലോറി അവിടെ കാണിച്ചേ, ബസ്. ലോറി അതെ. അപ്പോ അങ്ങനെ അന്ന് വന്നു കഴിയുമ്പോ റബ്ബറൈസ്ഡ് റോഡും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. സോ അപ്പൊ നമ്മൾ അന്ന് പറയും കേരളത്തിൽ തമിഴ്നാട്ടിൽ കയറുമ്പോൾ നല്ല റോഡ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, നല്ല റോഡാണ് കേരളത്തിലുള്ളതും. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അതേ ഫീൽ ആയിരുന്നു. ഇതുവരെ നമ്മൾ ഇതേപോലെ ഒരു സിംഗിൾ റോഡിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്ത് വന്നത്. പക്ഷേ റോഡ് നല്ലതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഞാൻ കേരളത്തിലേക്കുള്ള റോഡിൽ കേരളത്തിലേക്കുള്ള റോഡിൽ കയറിയോടുകൂടി ഇങ്ങനെ പറന്നുള്ള ഇങ്ങനെ ക്രാക്ക് വീണിട്ടുള്ള റോഡാണ്. ഒരു സുഖമില്ല നമുക്ക് ട്രാവൽ ചെയ്യാൻ, കണ്ടില്ലേ. പക്ഷെ തമിഴ്നാട്ടിലെ റോഡ് സിംഗിൾ ആണെങ്കിലും നല്ല റോഡായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് വരാൻ പറ്റി. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇപ്പൊ ആ റോഡിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് റോഡ് മോശമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊരു ആദ്യത്തെ റിസോർട്ടാണ് മിസ്റ്റി റേഞ്ച് റിസോർട്ട്. ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചതിന് ശേഷം വിടുക. ഒരു മനുഷ്യനിലല്ലോ പരിശോധിക്കാൻ. നോക്ക്, വലിയൊരു ആമ. വലിയ ആമ ഇവിടെ നിർത്തണോ? വെള്ളച്ചാട്ടം. ഈ ലെഫ്റ്റ് നോക്ക്, റൈറ്റില്. കുറച്ച് വെള്ളമുള്ളൂ. ഞങ്ങൾ ഏകദേശം ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ ചിന്നാറിലെത്തിയപ്പോഴത്തേനും ഒരു സോഡ നാരങ്ങളും കുടിച്ചു. എല്ലാവർക്കും ഈ റോഡും ഒക്കെ മോശമായതുകൊണ്ട്, വഴിയൊക്കെ മോശമായതുകൊണ്ട് ഒന്നും നിർത്തി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചായക്കട, നല്ലൊരു കട ഉണ്ട്. ഒരു ചേച്ചിയൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അവിടെ മീൻ വറക്കുന്നുണ്ട്. മീൻ വറുത്തതും ആവോലിയും സിലോപ്പിയും ഉണ്ട്. സോ അതും കൂടി കിട്ടിയാൽ പൊളിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. എന്താണ് ഈ സാധനം കിട്ടിയപ്പോൾ ആശ്വാസമായോ? മലയോ മല. ആ, ഞങ്ങൾ രണ്ടുപേരും അപ്പൊ നിങ്ങൾ ഊണ് മാത്രമേ ഉള്ളൂ ചേട്ടാ? കൈ എന്താ വയ്യേ? ഓ, അതെനിക്ക് തോന്നി ഇങ്ങനെ ഇട്ടപ്പോ. കമൺ, വേണ്ട, അങ്ങോട്ട് എത്ര മതി. പിന്നീട് ഞങ്ങൾക്ക് അങ്ങനെ ആദ്യം തന്നെ അവിടുത്തെ ഒരു ആവോലി ഫ്രൈ തന്നു. പക്ഷെ ഒന്നും പറയാൻ ഭയങ്കര ചൂടാണ്. കാരണം നമ്മളങ്ങനെ വറുത്തെടുത്ത് ഞങ്ങൾ ധൃതി പിടിപ്പിച്ച് അവരെ കൊണ്ട് ഞങ്ങൾ എടുപ്പിച്ച. കാരണം ഊണൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ വന്നേക്ക് മുമ്പ് ഞങ്ങൾ അങ്ങനെ ഒരു ആവോലി ഫ്രൈ ആണ് ആദ്യം തന്നത്. ഇത് നോക്കിക്കൊണ്ട് പെണ്ണുമ്പിള്ള നോക്കി കൊതിച്ചിരിക്കുകയായിരുന്നു. അടിപൊളി സംഭവമാണ്. എനിക്കിപ്പോൾ തന്നെ കൊതിയാവണം. ഞങ്ങൾ 1 2 ഒന്നല്ല, ഒരു 3 4 മേടിച്ച് കഴിച്ചു. ഇങ്ങനെ ചൂടോടുകൂടി അവർ വറുത്ത് കണ്ടല്ലോ. രുദ്രയ്ക്കൊക്കെ കൊതിയായിട്ട് നിൽക്കാൻ വയ്യ. പിന്നെ റീഗയ്ക്ക് ഒട്ടും വയ്യ. റീഗ പെട്ടെന്ന് തന്നെ വന്ന് അതുവരെ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഭദ്ര മാത്രം പാവം കഴിച്ചില്ല. പുള്ളിക്കാരിക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. അതിൻ്റെ ഒരു ധൃതി പുള്ളിക്കാരിക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഇനിയും ഉണ്ട്. നമ്മളിപ്പോൾ മറയൂർ എത്തണേ ഉള്ളൂ. മറയൂർ 2 കിലോമീറ്റർ മുമ്പാണ് ഇത്. കരിമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരിമുട്ടി വാട്ടർഫാൾസിന് അടുത്തായിട്ടാണ് ഇത്. കറക്റ്റ് ചെയ്ത സ്ഥലവും കൂടി ഒന്ന് പറഞ്ഞു. കരിമുട്ടി വാട്ടർഫാളിൻ്റെ അടുത്തുള്ളൊരു കടയാണ്. ശരി ചേട്ടാ, കാണാം. ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം എന്തായാലും ഊണ് കഴിക്കും. നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു അല്ലേ? നല്ല ഫുഡ്. ശരി ചേട്ടാ.
അടിപൊളി സാധനമായിരുന്നു കേട്ടോ. കരിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാളിനോട് ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ നല്ല ഫുഡായിരുന്നു. നല്ല ഞങ്ങൾ കഴിച്ച ഫിഷ് ഫ്രൈ ആണ്. സോഡാവെള്ളം കുടിക്കാനാണ് പോയത്. ഈ ഫിഷ് ഫ്രൈയുടെ മണം വന്നപ്പോൾ കൊതി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. പിന്നെ റീഗയും കഴിച്ചു. ഭദ്ര മാത്രം കൈവച്ചില്ല, ചെറുതായിട്ട് കഴിച്ചു. പക്ഷെ അടിപൊളി നല്ല കട. അജയ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നല്ല ഊണായിരിക്കും കേട്ടോ. ഊണ് ഞാൻ പിന്നെ എൻ്റെ ബ്രദറിന് ഇവിടെ റോച്ചാസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, റെസ്റ്റോറൻറ്റ് മൂന്നാറിൽ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഊണ് കഴിച്ചില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. ശരി ചേട്ടാ, ഞാൻ അയച്ചു തരാം ചേട്ടന്. ശരി, ഓക്കെ. ശരിയാട്ടോ, എല്ലാത്തിന്റെ വളഞ്ഞിരിക്കണം. പക്ഷെ ഈ വണ്ടി ആ വണ്ടി ഭയങ്കര വളവ്. ഇപ്പൊ നമ്മൾ മറയൂരെത്തി. തണുപ്പെന്ന് പറയാൻ ആയിട്ടില്ല, നമുക്ക് അറിയാറായിട്ടില്ല കേട്ടോ. മിസ്റ്റ് ഉണ്ട്, മുകളിലേക്ക് മിസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു മഴക്കാറുള്ള പോലെ ഉണ്ട്. സോ തണുപ്പായിരിക്കും. വൈകിട്ട് എന്തായാലും തണുപ്പുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മറയൂർ എത്തിയ സ്ഥിതിക്ക് മറയൂർ ശർക്കര മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പ്ലാനിൽ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഈ മഴക്കാലം ആകുമ്പോൾ ഇത് പ്രൊഡക്ഷൻ കുറയും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കണ്ടില്ലേ, ഇവിടെയും അതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്, പക്ഷേ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. ഇതിരിക്കുന്ന സ്ഥലവും അടിപൊളിയാണ്. മറയൂർ ടൗൺ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് ശർക്കര അതുപോലെ തന്നെ സ്പൈസസും എല്ലാം മേടിക്കാൻ കിട്ടും. ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകാം. റീഗ പേരിന് മറയൂരെത്തിയത് കൊണ്ട് ശർക്കര വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് മറയൂർ ചന്ദനമര കാട്. ഫുൾ ചന്ദനമരങ്ങളാണ് മുഴുവനും. അത് ഫുൾ അതിൻ്റെ അകത്തേക്ക് കയറാതെ മാത്രമാണ് ചെയ്തത്. അങ്ങനെ നമ്മള് ലാസ്റ്റ് നല്ല തിരക്കുണ്ടേ. എനിക്കിനി അവന്റെ പാർക്കിംഗ് ഇല്ലെങ്കിലോ ഭദ്ര ഇറക്കി വിടും. ഭദ്ര ഇറക്കി വിട്ടാ മതി, ഒരു പ്രശ്നം. റോച്ചാസ് കാണാലോ. റോച്ചാസ് നല്ല തിരക്കോട്ട് ഇവിടെയൊക്കെ കണ്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ആണ് ഒരു നല്ല പാർക്കിംഗ് ഉള്ളത്. പൊണ്ണു മോണേ, നമ്മളിതിന്റെ അകത്തോട്ട് റോച്ചാസ് നല്ല തിരക്കാണ്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത് ആകെ ഒരു ഈ കടയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇവിടെയൊക്കെ നല്ല നല്ല ക്രൗഡാണ്. കണ്ടില്ലേ, കാറ് കിടക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റൊക്കെ പിടിച്ചു. നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. ഇപ്പോൾ ഇവനാണ് ഇത് നോക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ വന്ന് ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും ഇവിടെ എല്ലാവരും വന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു കട തന്നെയാണ്. അത്രയും തിരക്കാണ്, നല്ല ക്ലീനാണ്, അതേപോലെ തന്നെ നല്ല ഫുഡാണ്, ടേസ്റ്റി ഫുഡാണ്. ഇതെൻ്റെ അനിയൻ്റെ കട ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല, അടിപൊളി സംഭവമാണ്. ബിരിയാണി ആണെങ്കിലും ഞാൻ മേടിച്ചതൊരു ഊണായിരുന്നു. നല്ല ഊണാട്ടോ. നല്ല അവിയൽ, നല്ല തോരൻ. ഇതെന്താ? അയ്യോ, കേസരി കേട്ടോ. അത് വന്ന ഒരാൾക്ക് ഈ ഹോട്ടലിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം?
മൂന്നാറിൽ നിന്ന് കോളനി റോഡ് ഇക്കാ നഗർ ആ. എന്ന് പറയുന്ന റോഡിലേക്ക് വരിക. ആ ബിവറേജസ് കോർപ്പറേഷനെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു റോഡ് വരുന്നത്. ഗുരുസ് ഹോട്ടല്, റോച്ചസ്, ഗുരുഭവൻ അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ ഉള്ള ഏരിയ ഇവിടെയാണ്. അതിൽ റോജാസ് നിങ്ങൾക്ക് മാത്രമല്ല പാർക്കിംഗ് ഉള്ളത്? അതെ, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ എത്താനുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നുടാ. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, നല്ല ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ റൂം എടുത്തിരുന്നു. കാരണം നാളെയാണ് ഞങ്ങളുടെ ബബിൾ സ്റ്റേ. ആ ബബിളിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റുന്നത് നാളെയാണ്. അത് ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ഈ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓ, ഒന്നും പറ്റിയില്ല പക്ഷെ, അല്ലേ? ഒന്നും പറ്റിയില്ല. എന്താ വിളിച്ചേ? നമ്മൾ ബസ് കാറിൽ തന്നെ പോകും. അങ്ങനെ വൈകിട്ടും വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഒരുപാട് വെറൈറ്റീസൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. നാളെ നമുക്ക് ഗംഭീര എപ്പിസോഡായിട്ട് തുടങ്ങാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡ് ടൈൽ ഡോസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, സൈനിങ് ഓഫ്.